ഇയ്യോബ് 40-ാം അധ്യായം. യഹോവ പിന്നെയും ഇയ്യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിനുത്തരം പറയട്ടെ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറയുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നീ പുരുഷനെ പോലെ അര മുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? അവനെപ്പോലെ നിനക്ക് ഇടിമുഴക്കാമോ? നീ മഹിമയും പ്രതാപവും അണിഞ്ഞുകൊള്ളുക, തേജസ്സും പ്രഭാവവും ധരിച്ചുകൊള്ളുക. നിന്റെ കോപപ്രവാഹങ്ങളെ ഒഴുക്കുക, ഏത് ഗർവിയെയും നോക്കി താഴ്ത്തുക, ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക. ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളക, അവരെ ഒക്കെയും പൊടിയിൽ മറച്ചു വയ്ക്കുക, അവരുടെ മുഖങ്ങളെ മറവിടത്ത് ബന്ധിച്ചു കളക. അപ്പോൾ നിന്റെ വലങ്കൈ നിന്നെ രക്ഷിക്കുന്നു എന്ന് ഞാനും നിന്നെ ശ്ലാഘിച്ചു പറയും. ഞാൻ നിന്നെപ്പോലെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹയമുണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ല് തിന്നുന്നു. അതിൻ്റെ ശക്തി അതിൻ്റെ കടിപ്രദേശത്തും അതിൻ്റെ ബലം വയറ്റിൻ്റെ മാംസപേശികളിലുമാകുന്നു. ദേവദാരു തുല്യമായ തൻ്റെ വാലതാട്ടുന്നു, അതിൻ്റെ തുടയിലെ ഞരമ്പുകൾ കൂടിപ്പിണഞ്ഞിരിക്കുന്നു. അതിൻ്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ളത്. അതിനെ ഉണ്ടാക്കിയവൻ അതിന് ഒരു വാൾ കൊടുത്തിരിക്കുന്നു. കാട്ടുമൃഗങ്ങളൊക്കെയും കളിക്കുന്നിടമായ പർവ്വതങ്ങൾ അതിന് തീൻ വിളയിക്കുന്നു. അത് നീർമരുതിൻ്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു. നീർമരുത് നിഴൽ കൊണ്ട് അതിനെ മറയ്ക്കുന്നു, തോട്ടിങ്കലെ അലരി അതിനെ ചുറ്റി നിൽക്കുന്നു. നദി കവിഞ്ഞൊഴുകിയാലും അത് ഭ്രമിക്കുന്നില്ല, യോർദാൻ അതിൻ്റെ വായിലേക്ക് ചാടിയാലും അത് നിർഭയമായിരിക്കും. അത് നോക്കിക്കൊണ്ടിരിക്കെ അതിനെ പിടിക്കാമോ? അതിൻ്റെ മൂക്കിൽ കയർ കോർക്കാമോ? അധ്യായം 41. മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിൻ്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ? അതിൻ്റെ മൂക്കിൽ കയറ് കോർക്കാമോ? അതിൻ്റെ അണയിൽ കൊളുത്ത് കടത്താമോ? അത് നിന്നോട് ഏറിയ യാചന കഴിക്കുമോ? സാവധാന വാക്ക് നിന്നോട് പറയുമോ? അതിനെ എന്നും ദാസനാക്കി കൊള്ളേണ്ടതിന് അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ? പക്ഷിയോടെന്ന പോലെ നീ അതിനോട് കളിക്കുമോ? അതിനെ പിടിച്ച് നിന്റെ ബാലമാർക്കായി കെട്ടിയിടുമോ? മീൻപിടിക്കൂറ്റുകാർ അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്യുമോ? അതിനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ? നിനക്കതിൻ്റെ തോലിൽ നിറച്ച അസ്ത്രവും തലയിൽ നിറച്ച് ചാട്ടുള്ളിയും തറയ്ക്കാമോ? അതിനെ ഒന്ന് തൊടുക, പോർ തിട്ടമെന്ന് ഓർത്തുകൊള്ളുക, പിന്നെ നീ അതിന് തുനികയില്ല. അവൻ്റെ ആശയ്ക്ക് ഭംഗം വരുന്നു, അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണു പോകുമല്ലോ. അതിനെ ഇളക്കുവാൻ തക്ക ശൂരനില്ല, പിന്നെ എന്നോട് എതിർത്ത് നിൽക്കുന്നവൻ ആർ? ഞാൻ മടക്കിക്കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്നതാർ? ആകാശത്തിൻ കീഴെയുള്ളതൊക്കെയും എൻ്റേതല്ലയോ? അതിൻ്റെ അവയവങ്ങളെയും മഹാശക്തിയെയും അതിൻ്റെ ചേലൊത്ത രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കുകയില്ല. അതിൻ്റെ പുറങ്കുപ്പായം ഊരാകുന്നവനാർ? അതിൻ്റെ ഇരട്ട നിരപ്പല്ലിനിടയിൽ ആർ ചെല്ലും? അതിൻ്റെ മുഖത്തെ കതക് ആർ തുറക്കും? അതിൻ്റെ പല്ലിന് ചുറ്റും ഭീഷണമുണ്ട്. ചെതുമ്പൽ നിര അതിൻ്റെ ഡംഭമാകുന്നു. അത് മുദ്ര വെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു. അത് ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു, ഇടയിൽ കാറ്റ് കടക്കയില്ല. ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, വേർപെടുത്തി കൂടാതെ വണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു. അത് തുമ്മുമ്പോൾ വെളിച്ചം മിന്നുന്നു. അതിൻ്റെ കണ്ണ് ഉഷസിൻ്റെ കണ്ണിമ പോലെയാകുന്നു. അതിൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരികൾ തെറിക്കുകയും ചെയ്യുന്നു. തിളയ്ക്കുന്ന കലത്തിൽ നിന്നും കത്തുന്ന പോട്ടപ്പുല്ലിൽ നിന്നും എന്ന പോലെ അതിൻ്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു. അതിൻ്റെ ശ്വാസം കനൽ ജ്വലിപ്പിക്കുന്നു. അതിൻ്റെ വായിൽ നിന്ന് ജ്വാല പുറപ്പെടുന്നു. അതിൻ്റെ കഴുത്തിൽ ബലം വസിക്കുന്നു. അതിൻ്റെ മുന്നിൽ നിരാശ നൃത്തം ചെയ്യുന്നു. അതിൻ്റെ മാംസദശകൾ തമ്മിൽ പറ്റിയിരിക്കുന്നു. അവ ഇളകി പോകാതെ വണ്ണം അതിന്മേൽ ഉറച്ചിരിക്കുന്നു. അതിൻ്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത്, തിരികല്ലിൻ്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളത് തന്നെ. അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു. ഭയം ഹേതുവായിട്ട് അവർ പരവശരായിത്തീരുന്നു. വാൾ കൊണ്ട് അതിനെ എതിർക്കുന്നത് അസാധ്യം. കുന്തം, അസ്ത്രം, വേൽ എന്നിവ കൊണ്ടും ആവതില്ല. ഇരുമ്പിനെ അത് വൈക്കോൽ പോലെയും താമ്രത്തെ ദ്രവിച്ച മരം പോലെയും വിചാരിക്കുന്നു.
അസ്ത്രം അതിനെ ഓടിക്കയില്ല. കവണക്കല്ല് അതിന് താളടിയായിരിക്കുന്നു. ഗദ അതിന് താളടി പോലെ തോന്നുന്നു. വേൽ ചാടുന്ന ഒച്ച കേട്ടിട്ട് അത് ചിരിക്കുന്നു. അതിൻ്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷണം പോലെയാകുന്നു. അത് ചെളിമേൽ പല്ലിത്തടി പോലെ വലിയുന്നു. കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു. സമുദ്രത്തെ അത് തൈലം പോലെയാക്കി തീർക്കുന്നു. അതിൻ്റെ പിന്നാലെ ഒരു പാത മിന്നുന്നു. ആഴി നരച്ചതുപോലെ തോന്നുന്നു. ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നും ഇല്ല. അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഉന്നതമായുള്ളതിനെയൊക്കെയും നോക്കിക്കാണുന്നു. മതിച്ച ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു. അധ്യായം 42. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നോരുവനാർ. അങ്ങനെ എനിക്കറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും. ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്നനുതപിക്കുന്നു. യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പിൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലീഫസും ശൂഹ്യനായ ബിൽദാദും നയമാത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർ കാളയും 1,000 പെൺകഴുതിയും ഉണ്ടായി. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേർ വിളിച്ചു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോട് കൂടെ അവർക്ക് അവകാശം കൊടുത്തു. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു.